ഇത് നമ്മുടെ കൂജ. കൂജ എന്ന് തന്നെയല്ലേ പറയാ. നമ്മൾ പണ്ടേത്തെ മണ്ണിൻ്റെ ചട്ടി വെള്ളമൊക്കെ അയച്ചു വെച്ചാൽ തണുപ്പുണ്ടാവുന്നേ. ഇത് മൂലക്കിട്ടിട്ട് കുറച്ച് നാളായി, ഒരു യൂസും ഇല്ലാണ്ട് കിടക്കുവാണ്. നമുക്കിതിനൊന്ന് മേക്ക് ഓവർ കൊടുത്താലോ? അതിനായിട്ട് ഈ ഒരു സ്പ്രേ പെയിൻ്റ് എടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് വൈറ്റ് കളറാണ്, മൊത്തത്തിൽ അങ്ങോട്ട് പൂശിക്കൊടുത്ത്. ഇനി ഇതിലേക്ക് കുറച്ച് പൂക്കളും ഇലകളും വരച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഈ ഒരു ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് കട്ടി കളറാണേ. അപ്പം അത് വെച്ചിട്ട് ഇതുപോലൊരു പുല്ലാണ് വരച്ചു കൊടുക്കുന്നത്. കുറച്ച് വീതിയുള്ള പുല്ലാണ് കേട്ടോ. പുല്ലല്ല, ഒരില. പുല്ലെന്ന് ഇതിനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഇത് നമ്മളെ ചുറ്റോളം അങ്ങോട്ട് ഇതുപോലെ അറഞ്ചം പുറഞ്ചം വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് പൂക്കൾ വരക്കണം. അപ്പം ഞാനിത് ചുറ്റോളം വരച്ചിട്ട് വരാം. വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പിൽ കിട്ടും. ഇനി അടുത്ത പരിപാടി കുറച്ച് പൂക്കൾസ് വരക്കണം. അതിനായിട്ട് ഞാൻ ഈ ഒരു കളറാണ് എടുത്തത്. ഇത് പർപ്പിളായിരുന്നു, പക്ഷേ ഇതിൽ കാണുമ്പോൾ ഒരു ബ്ലൂ പോലെ ഉണ്ടല്ലേ. ഇനി ബ്ലൂ ആയിരുന്നോ? ഇല്ല, പർപ്പിളെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. ആ പൂക്കൾ വരക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ നീളത്തിലൊരു സ്റ്റെം വരച്ചു കൊടുത്തിട്ട് ഈ കാണുന്ന പോലെ 3 പെറ്റൽസ് വരച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ പൂക്കളും ഏകദേശം ഇതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ എളുപ്പമാണ്, പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പല സ്ഥലത്തായിട്ട്, അതായത് നമുക്ക് പൂക്കൾ വരക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ ഞാൻ ചുറ്റോളം പൂ വരച്ചു കൊടുത്തിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ടുള്ള കുറച്ച് പൂക്കൾസും പിന്നെ കുറച്ച് മൊട്ടുപോലത്തെ സാധനം കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒരു സൈസല്ല കേട്ടോ. ചെറുത് കുറച്ചെണ്ണം, വലുത് കുറച്ചെണ്ണം, കുറച്ച് മീഡിയം, പിന്നെ കുറച്ച് മൊട്ടും കൂടി വരച്ചു കൊടുത്താൽ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായി. ഈ കൂജയുടെയും മിഡ് വരെ ഞാനിത് വരച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് പ്ലെയിനായിട്ട് വിടാനാണ് ഉദ്ദേശിക്കണത്. ഇനി നമുക്ക് പൂക്കളൊക്കെ വരച്ചാൽ ഈ ഒരു സെറ്റപ്പിൽ കിട്ടും. ഇനി കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനൊക്കെ ഒന്ന് ഔട്ട്ലൈൻ കൊടുത്താലോ? ബ്ലാക്ക് കളർ വെച്ചിട്ട് നമ്മളെ ഇലക്കും പൂക്കൾക്കും പിന്നെ ആ സ്റ്റെമ്മിനും കൂടി ഇതുപോലെ ഔട്ട്ലൈൻ കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി വൃത്തി ഉണ്ടാകുമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ആ ഒരു പണിക്ക് പോയി. പക്ഷേ ഇത് കുറച്ച് കഷ്ടപ്പാടായിരുന്നു. കുറച്ചധികം സമയം ഇതിന് വേണ്ടി മെനക്കെടേണ്ടി വന്നു. എന്നാലും ഫൈനൽ ലുക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. ഓക്കെ അല്ല, ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നട്ടപ്പാതിരിയായിരുന്നു. നമ്മൾ ഉണ്ടാക്കി വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് തന്നെ ഫ്ലവർ വേസാണ്. പക്ഷേ ഇതിലിട്ട് വെക്കാൻ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ഫ്ലവേഴ്സ് പോലും ഇല്ല. ഫ്ലവേഴ്സൊക്കെ ഇട്ടിട്ട് ഞാൻ വേറൊരു ദിവസം വീഡിയോ ഇടാം കേട്ടോ. ഇന്ന് ഇത്ര പോരേ എനിക്ക് പറ്റണുള്ളൂ. ഇപ്പം തന്നെ നടുവിൻ്റെ ഉപ്പാടിളകി. അപ്പോൾ ഓക്കെ, ബൈ.